അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാന്യ സഹോദര സഹോദരിമാരെ, 2019 ആരംഭിച്ച അള്ളാഹ് ദിവ്യാനുരാഗ പ്രകീർത്തനം എന്ന അത്ഭുതകരമായ മജ്ലിസിൻ്റെ 293-ാമത്തെ മജ്ലിസാണ് നാളെ നടക്കുന്നത്. അതിലേക്ക് നിങ്ങളെ ഒന്നുകൂടി തെര്യപ്പെടുത്തുക, ഓർമ്മപ്പെടുത്തുക എന്നതാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ മുന്നിലിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. അത്ഭുതകരമായ കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ മജ്ലിസുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മജ്ലിസുകളിലൊന്നാണ് വെള്ളിയാഴ്ച. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7 മണി മുതൽ 9 മണി വരെ ബഹുമാനപ്പെട്ട ദാറുൽ ഖുർആനിൽ കോഴിക്കോട് മാവൂരിനടുത്ത് പാഴൂരിൽ സ്ഥിതി ചെയ്യുന്ന, പാഴൂരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദാറുൽ ഖുർആൻ ക്യാമ്പസിൽ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7 മണി മുതൽ 9 മണി വരെ നടന്നുകൊണ്ടിരിക്കുന്ന അള്ളാഹ് ദിവ്യാനുരാഗ പ്രകീർത്തനം എന്ന മജ്ലിസ്. ആ മജ്ലിസ് ധാരാളം സന്ദർഭങ്ങൾ, കടമ്പകൾ, സന്തോഷകരമായ സാഹചര്യങ്ങളെല്ലാം പിന്നിട്ട് 292 മജ്ലിസ് കഴിഞ്ഞു. നാളെ 293-ാമത്തെ മജ്ലിസാണ്. രാവിലെ 7 മണിക്ക് ഈ പ്രഭാഷണം ആരംഭിക്കും. പിന്നെ കൃത്യമായി 7 മണിക്ക് ആരംഭിച്ചാൽ 8:15, 8:20 വരെയുള്ള സമയങ്ങളിൽ പ്രഭാഷണം, അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രഭാഷണം. അള്ളാഹുവിൽ നാം അഭയം തേടേണ്ടതിൻ്റെ അനിവാര്യത, അവനിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അണമുറിയാത്ത അനുഗ്രഹങ്ങൾ, നാം അവൻ്റെ അനുഗ്രഹങ്ങളിൽ മാത്രം മുളച്ചതാണ്, നാം അവൻ്റെ അനുഗ്രഹങ്ങളിൽ മാത്രം വളരുന്നവരാണ്, നാം അവൻ്റെ അനുഗ്രഹങ്ങളിലേക്ക് മാത്രം കൂടുമാറേണ്ടവരാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അണമുറിയാത്ത അനുഗ്രഹം, കേട്ടാലും പറഞ്ഞാലും മതിവരാത്ത അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്, മറ്റൊന്നും പറയില്ല. ആ അനുഗ്രഹങ്ങളെക്കുറിച്ച് മാത്രമാണ് കഴിഞ്ഞ 292 പ്രഭാഷണങ്ങളിലും നാം സംസാരിച്ചിട്ടുള്ളത്. റബ്ബിൻ്റെ അപാരമായ അനുഗ്രഹങ്ങളാൽ. മഹത്തായ അത്ഭുതം എന്ന് പറയട്ടെ, അയൽ സംസ്ഥാനങ്ങളായ കർണാടക, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെ വിവിധങ്ങളായ ജില്ലകളിൽ നിന്നും വെള്ളിയാഴ്ച രാവിലെ ദാറുൽ ഖുർആനിലെത്തുന്ന ആളുകൾ 100 കണക്കിനാണ്. രാവിലെ അവർ ദാറുൽ ഖുർആനിൽ എത്തിച്ചേരും. ദാറുൽ ഖുർആൻ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എവിടെ നിന്ന് വരുന്നവർക്കും ഒരു ചായയും അത്യാവശ്യമായ അവരുടെ പശിയടക്കാനുള്ള ചെറിയ ഒരു ലഘു കടിയും അവർക്ക് കൊടുക്കും. പിന്നെ അവർക്ക് വുളു ചെയ്യാനുള്ള വലിയ സൗകര്യമുണ്ട്. അവിടെ വെച്ച് തന്നെ ളുഹ നിസ്കരിക്കാനുള്ള മനോഹരമായ, പള്ളിയിൽ വിരിക്കുന്ന അതിമനോഹരവും സൗകര്യപൂർവ്വമായ കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട്. ളുഹ നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. നല്ല ശുദ്ധിയോടുകൂടെയും അള്ളാഹുവിനോട് കൈ ഉയർത്തി പ്രാർത്ഥിച്ചും റാഹത്തായി ആ മജ്ലിസിൽ ഇരിക്കാവുന്നതാണ്. ആ മജ്ലിസിൻ്റെ പ്രത്യേകത അനുഭവിച്ച ആളുകൾക്ക് അറിയാവുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ 1.25 മണിക്കൂർ പ്രഭാഷണം അള്ളാഹുവിനെ കുറിച്ച് മാത്രം പറയും. പിന്നെ ഖുർആനിലെ ആയത്തുകൾ, അതേപോലെ തന്നെ ചില ദിക്റുകൾ, സ്വലാത്തുകൾ, അത് ചൊല്ലി എല്ലാവരും മനസ്സറിഞ്ഞും വേദനിച്ചും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ സന്തോഷിച്ചും അള്ളാഹുവിലേക്ക് കൈ ഉയർത്തും. ഇങ്ങനെ ഉത്തരം കിട്ടിയവർ ആയിരങ്ങളാണ് ദാറുൽ ഖുർആനിൽ വരാറുള്ളത്. നിങ്ങൾ ആ ക്ലാസ്സിൽ വരണം. എല്ലാവരെയും, വന്നവരെയും വരാത്തവരെയും ഒരിക്കൽ കൂടി ഞാൻ ആ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുകയാണ്. അത് വല്ലാത്തൊരു അള്ളാഹുവിൻ്റെ അടയാളമായ ഒരു മജ്ലിസാണ്. എത്രയോ സ്വാലിഹ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു മജ്ലിസാണ്. നാളെ മെയ് 16 അതിൻ്റെ 293-ാമത്തെ പ്രഭാഷണം വെള്ളിയാഴ്ച രാവിലെ നടക്കും. ആ മജ്ലിസിൽ നിങ്ങൾ പങ്കെടുക്കണം. അവിടെ ഇരുന്ന് ദുആ ചെയ്ത് ഉത്തരം വാങ്ങിയാൽ ആയിരങ്ങളാണ്. എന്തുകൊണ്ട്? അള്ളാഹു എന്ന ലക്ഷ്യത്തിൽ മാത്രമാണ് ആ മജ്ലിസ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ കേൾക്കാനും അറിയാനും വേണ്ടി മാത്രമാണ് ആയിരക്കണക്കായ ആളുകൾ, 10,000-കണക്കായ ആളുകൾ ഇതിനകം ആ മജ്ലിസിൽ വന്നു പോയിട്ടുള്ളത്. നിങ്ങളും ആ പരിപാടിയിൽ എത്തിച്ചേരുകയും ആ മജ്ലിസിലെ ഒരു അംഗമായി തീരുകയും ചെയ്യണമെന്ന് താഴ്മയായി നിങ്ങളോട് അപേക്ഷിക്കുന്നു. അള്ളാഹ് ദിവ്യാനുരാഗ പ്രകീർത്തനം എന്ന അത്ഭുതകരമായ മജ്ലിസിലേക്ക് നിങ്ങളെ അതിൻ്റെ ഒരു ഖാദിം എന്ന നിലയിൽ നേരിട്ട് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.